ഗൈസ് മുട്ട കഴുകി ഉണ്ടാക്കാൻ പോവാണ്. മുട്ട കഴുകി അരിയാൻ പോവാടി. പിന്നെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഓംലേറ്റ് അടിക്കുമ്പോൾ എന്ത് ടേസ്റ്റ് കഴിക്കാൻ ആളറിയോ? ഉള്ളി വരെ കഴിക്കില്ല കടയിൽ. എന്നാ പിന്നെ കടയിൽ നിന്ന് കഴിക്കാക്കല്ലോ നല്ല. ഇല്ല അതാണ് ഇതാണ് ഇത് ഞാനെങ്ങാനും കളഞ്ഞതാണെങ്കിൽ എൻ്റെ സ്വഭാവം അങ്ങനെ തനി സ്വഭാവം കാണും വീട്ടില്. അതെ അങ്ങനെ ഉസ്താദിൽ നിന്നും ആശാൻ അടുപ്പിലും ആകാം അങ്ങനെയൊക്കെ ഇതാക്കില്ലേ. അതുപോലെ എന്ത് ബ്രെഡ് മക്കളെ എൻ്റെ 5 എന്തോന്നും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കൂടി വെക്കാം. ഈ മഴയല്ലേ പിന്നെ നല്ല സാധനമാണെങ്കിൽ തിന്നാലോ. അതെ ഓംലേറ്റ് അടിക്കുമ്പോൾ തക്കാളി ഇടും. നിങ്ങളെന്താ ഉണ്ടാക്കണേ? നിങ്ങളെ മുട്ട അതെന്നെ ഉണ്ടാക്കണേ. മതി കഴുകിന്റെ പൊന്നാരഞ്ചൊന്ന് വെള്ളത്തിൽ കിളി കാട്ടിയാൽ മതി. ഒരു തക്കാളി ഇങ്ങനെ കഴുകണോ? വൃത്തി കൂടി അവസാനം അസുഖം കൂടുതൽ വരുന്നത് നമുക്കാണല്ലോ. സുഹൃത്തുക്കളെ ഞാനൊരു കാര്യം പറയട്ടെ, ഏറ്റവും കൂടുതൽ വൃത്തി ആരാണ് നോക്കുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. കാരണം കൊറോണ സമയത്ത് ഞാൻ ഒരുപാട് സേഫ്റ്റി ആയിട്ട് മാസ്ക് ഇടാതെ പുറത്തേക്ക് ഇറങ്ങൂല, കൈ സാനിറ്റൈസർ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കൊറോണ എനിക്ക് ഫസ്റ്റ് വന്നു. തക്കാളത്ത് ഊരുണ്ടോ? തക്കാളിയോട് സാധനം ഉണ്ടാക്കുമ്പോഴേ എന്തുണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ തോലി ഇങ്ങനെ കറിയിൽ നിൽക്കൂലേ. പക്ഷെ നമ്മളിങ്ങനെ തോലി എത്തി കഴിഞ്ഞാൽ അതുണ്ടാവില്ല. നമുക്ക് തക്കാളി അങ്ങനെ കഴിക്കും. മറ്റേ അതിന്റെ തോലി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കൂലേ. അതാഷ്ടം സെപ്പറേറ്റ് ആയിരിക്കണം. എന്നാൽ തോലി കൂടി ഇമ്പി വേണ്ടിയിട്ട് തോലി മാത്രം കളഞ്ഞാൽ ഈ തക്കാളി തോലി കളയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയൊന്നും അല്ല. റിസ്ക് ആണ്. എനിക്കിഷ്ടമുണ്ട്. പകുതി അങ്ങനെ പകുതി ഇതാണ് കേസ് പറയണത്. മനസ്സിലായില്ലേ സംഭവം? അതാണ് ഇതാണ് ഈക്വാലിറ്റി എന്ന് പറയുന്നത്. എവിടെ എന്നോട് പറയാൻ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ എത്ര ദോശ ഇട്ടിട്ടുണ്ട്, ഞാൻ എത്ര പാത്രം കഴിക്കലുണ്ട്, ഞാൻ ഇന്നോട് എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇന്നോട് എന്താ പറയല്? അത് അങ്ങനെ ഇങ്ങനെ ചെയ്യാറില്ലേ? എന്തിനാ? ഓക്കെ ഇതിന്റെ പുറത്തേക്ക് വരിക ഞങ്ങളതാ. ഇതാണ് പെണ്ണുങ്ങൾക്ക് ഭരണം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. മനസ്സിലല്ലേ? ഒട്ടകത്തിന് എന്ത് വാല് കയറ്റ സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിൽ തല കയറ്റി പറഞ്ഞ അവസ്ഥയുണ്ട്. അങ്ങനെ എന്താ പഞ്ചലുണ്ടല്ലോ സൂചി തരണം കൊടുത്താൽ. എന്നാ ഞാൻ കാര്യം പറ്റേ എന്റെ ബ്രസീലിലെ ഒരു 2 കളിക്കാർ പേര് പറഞ്ഞ അല്ല ഒരാഴ്ച പഠിച്ചെന്നല്ല പേരൊക്കെ. അർജന്റീന 2 പ്ലെയർ പേര് പറഞ്ഞ മെസ്സി അല്ലേ? മെസ്സി അല്ല എന്ത് നേരത്തെ അല്ല നെയ് നല്ല വന്നത്. അതെ നെയ്മർ ആ നീര് ജയിച്ചിട്ട് കഴിഞ്ഞാല് അർജന്റീന. റൊണാൾഡോ അർജന്റീന. ഇവരൊക്കെ ഏത് ടീമിലാണ് കളിക്കുന്നത്? റൊണാൾഡോ ഇറങ്ങിയിരുന്നല്ലേ? എങ്ങനെ പോയതപ്പോ? ഇവർ മൂന്നാൾ ഒരുമിച്ച് കളിക്കുകയാണെങ്കിൽ എന്താ കളി ജയിക്കൂലേ? ഫാൻസൊക്കെ ഒറ്റ കെട്ടാകൂലേ? എന്നാ പറയാം അർജന്റീന 2 കളിക്കാരെ പേര് അറിയും. സി കെ വിനീത ഉദ്ദേശിച്ചിട്ടുണ്ടോ അല്ലേ? അമ്മ ജയിച്ച കിടങ്ങ് എന്താ അവസരം അറിയില്ല. ഇയാളുണ്ടാക്കണം. ഞാൻ നോക്കിയിട്ടുണ്ട്. 2 മുട്ട എടുത്തു, ഒരു തക്കാളിന്റെ പകുതി എടുത്തു, ഒരു ഉള്ളിന്റെ പകുതി എടുത്തിട്ടില്ല. ഇത് മോഹൻലാൽ പറഞ്ഞ ഡയലോഗ് ഉണ്ട്. ഏതില് നിന്റെ ആരും അല്ല എന്റേത് അറിയില്ലേ? ഇത് നെയ്യ്, ഇത് ബ്രെഡ്, നെയ് ബ്രെഡ്. ഇത് ചട്ടി, ഇത് ദോശ, അത് ചട്ടി ദോശ. നമ്മൾ ഇതിലേക്ക് എന്ത് ഒഴിക്കും? ഞാനല്ല ഇയാളുണ്ടാക്കണേ ജയിക്കും. ഇത് ഞങ്ങൾ തട്ടുകടയിൽ കഴിക്കുന്ന ബ്രെഡ്, ഓംലേറ്റ്, അതിലെ ബ്രെഡ്. ഇതിപ്പോൾ നിങ്ങളൊന്ന് കട്ട് ചെയ്തു അത്രയല്ലേ ഉള്ളൂ. ഇൻഗ്രീഡിയൻസ് ഇനിയും ഉണ്ട്. ഇത് ലാസ്റ്റ് അങ്ങനെയാണ് പറയണം. നമ്മളിതിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നു. ഫുള്ള് ഒഴിക്ക്. അതിന് മുകളിക്കിട്ട് ഇങ്ങോട്ട് മാറുന്ന ഞാൻ ചെയ്യാം. എടുത്ത് ശീലല്ലോ. നീ തന്നെ മുകളിലേക്ക് കേക്ക് അടിക്കാതെ ഇതെന്താ കാണുന്നത്? ഒരു മുട്ട മുകളിലേക്ക് ആരെങ്കിലും വീട്ടില് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ശർക്കര ഇട്ടോ?
എരിവ് പുളി എല്ലാം എന്താ ഈക്വൽ ആവാൻ വേണ്ടിയിട്ട് ശർക്കര ചെറിയൊരു പൊട്ട് അത് ഇപ്പൊ നമ്മള് ശർക്കരയുടെ ഇത്ര ഭാഗം അതിനാണ് ഞാൻ മരണം വരെ ഇത് കേട്ടോണ്ടിരിക്കുന്നത്. അതുപോലെ ചോറ് പൊതിഞ്ഞ് കൊണ്ടുപോകുമ്പോ അത് മാത്രം പറയുന്നത് അത് മാത്രം പ്രശ്നം ഉണ്ടാവുന്നില്ല. കത്തി കൈ പിടിച്ചോണ്ട് ഞാൻ പറയണില്ല. വീണ്ടും പിന്നെ ദിവസം പറയാം. ഇതുവരെ ഡയലോഗ് ഇട്ടുന്ന ആളാണ്. കല്യാണം ഞാൻ ചീത്തറപ്പോ ഐഡിയ ഇട്ടി ഞാൻ ചീത്തറ ഞാൻ ചെയ്യാൻ പാടില്ല. 10-15 വയസ്സിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം പറ്റുന്നത് പെൺകുട്ടിക്ക് 15 വയസ്സാണെങ്കിലും 30 വയസ്സിന് പക്വത ഉണ്ടാവുന്ന ഞാൻ പഠിച്ചത്. എന്റെ അമ്മയ്ക്ക് എങ്ങനെ പറയാം. അതാണ് സ്ത്രീകൾക്ക് 18 വയസ്സും പുരുഷന്മാർക്ക് 25 വയസ്സൊക്കെ. ഞാൻ പറയണ്ടോ പറയട്ടെ പാളിച്ചോ എടുത്തിട്ടെ ഒരു 2 മുട്ട എടുക്കുന്നേ. ആകെ 2 മുട്ടയുണ്ട്. ഒറ്റ സെറ്റ് ഉണ്ടാക്കിയാൽ മതി. ഇന്ന് ചോദിക്കാണ്ടോ ഇത് അല്ല നേരത്തെ എന്താ പറഞ്ഞില്ല ഇവിടുത്തെ മൊത്തം ഉത്തരവാദിത്തം എന്താ കയ്യിലാന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ഇതെന്താടി പഴം പൊങ്ങിയതോ അല്ല ബ്രെഡ് പൊങ്ങിയതോ. ആ വരച്ച് ഞങ്ങൾ ഭ്രാന്തം ഈ ഭ്രാന്തനാണ് അതൊക്കെ ഉണ്ടാക്കണേ കോയപ്പിച്ച് എന്തിനെങ്ങനെ അപമാനിക്കും നിങ്ങള്. ഇത് നമ്മളിങ്ങനെ പിടിപ്പിക്കും. എന്റെ മോനെ അവസാനം നിങ്ങളിങ്ങനെ കഴിക്കണോ ആ തക്കാളി സോസ് ഇട്ടതിലും ബാക്കി അതിന്റെ ടേസ്റ്റിലും കിട്ടുന്നുണ്ടാവും. പിന്നെ മല്ലിച്ചപ്പ് ഇതിനെ കിടണല്ലോ അതിക്കും. അല്ല മല്ലിച്ചപ്പ് അരിക്കണല്ലോ. മല്ലിച്ചപ്പ് ഉണ്ടോ അതെടുക്ക് അതരിയാണേ ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് വേണം. ഞാൻ ചെയ്യൂ ഇപ്പം തരാം പോരാ അതോ അത് ടേസ്റ്റ് ഉണ്ടാവണേ. ഞാൻ 2 ഉള്ളി അരിഞ്ഞ് പറയട്ടോ. ഏയ് വേണ്ട ഞാൻ ഇടൂല. എങ്ങനെ കൈ കൊണ്ട് ഇട്ടാൽ മതിയോ? കൈ കൊണ്ട് ഇട്ടട്ടെ നിങ്ങൾ നോക്കൂല മൊത്തം ഇടണോ? ഇത് മൊത്തം ഉണ്ടോ ബോറല്ലേ? ബോറല്ലടി കുറേ കൂട് സാധനം വേണ്ടല്ലോ ഒക്കെ ഇട്ടു. ഇതെന്താവോ വീണ്ടും നമ്മൾ തിരിച്ചിടുന്നു. മതി മാഷെ കുനുകുന സിമ്പിൾ പരിപാടികൾ. ഇത് പൊറോട്ട അടിക്കാൻ പോയക്കറിയാം. പൊറോട്ട ഇങ്ങനെ മാറ്റണം. നിങ്ങളതിന് നോക്കണോ? ഇങ്ങനെ നോക്കണോ? പറഞ്ഞാൽ മതി. അല്ല ഇങ്ങനെ കേട്ടാ ഇങ്ങനെ ഉണ്ടാവും. ഇത്ര പണിയുള്ളൂ. ചമ്മന്തി ഇറക്കിയോ? ചേച്ചറിന്റെ വണ്ടിയിൽ പോടിയോ? ചേസാണ് കുറച്ച് അടച്ചേക്കിന് പാത്രം ഇതെന്തിനാ? അപ്പൊ ഓക്കെ നമുക്ക് 5 മിനിറ്റ് നോക്കാം. ശേഷം നമ്മളെ തുറന്നു നോക്കാൻ പോണ്. എന്ത് ചെയ്യാ നല്ല സ്മെല്ല് ഉണ്ടല്ലോ. കൊച്ചെത്തിയ പോലെ സ്മെല്ല് ഉണ്ട്. ബാഡ് സ്മെല്ല് നല്ല സ്മെല്ല്. വെക്കടോ റീടേക്ക്. നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ ഒരു അബദ്ധമൊക്കെ ആർക്കും പറ്റൂലേ. ഇവിടെ തട്ടിട് ഇതിന് മണം കിട്ടിക്ക് തിന്നാൻ തോന്നുന്നുണ്ട്. നിങ്ങൾ അറിയേണ്ട എത്തിയിട്ടാണ് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇങ്ങനെ നല്ല ടെസ്റ്റിങ് എന്റെ കുട്ടിയാണ്. എന്റെ കുട്ടിയാണ് സ്വന്തമായിട്ട് ഉത്തരം പറയുള്ളൂ. ദയവിട്ട് മനസ്സിലാക്കിട്ടോ. ആരാ ഫസ്റ്റ് ഞാനെന്നെ ടെസ്റ്റ് ചെയ്യാണ്ട് ദയവിട്ട് വെച്ചാ ഒന്ന് പറയും. അല്ല അവൻ പറയട്ടെ കറക്റ്റായിട്ട്. എന്താ അവസ്ഥ എന്താ? ഓക്കെ ഇനി സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ കേട്ടോ. റോട്ടിലേ മണം ഈ പൊട്ടിക്കണത് ഇങ്ങനെ എടുത്തേ. ഇതെന്തത് കവിത വായിച്ചോണ്ടിരിക്കേ. ഉണ്ടാക്കി നോക്കട്ടെ. വെറൈറ്റി ഡിഷ്
സ്റ്റൈലിഷ് രൂപത്തിൽ ഞാൻ പറഞ്ഞു കേട്ടോ. അത് കണ്ടോ, ഇത് ഇങ്ങനെ ഇരുമ്പോൾ അതിന്റെ പശപ്പില് അത് ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് ഞാൻ. വേഗം രസം നോക്ക്, രസം ഉണ്ടെങ്കിൽ രസം പറയാം. അപ്പോൾ ഇനി വീഡിയോ എടുത്ത് നിന്നാൽ ശരിയാവില്ല, ഇവർ പ്ലേറ്റ് കാലിയാക്കും കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.